ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബേബിയുടെ ജെൻഡർ പ്രഡിക്ഷൻ വീഡിയോ ആണ്. മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് 100 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ 80 പേർക്കും ഈ സിംറ്റംസ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്ര സിംറ്റംസ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് അധികം വലിച്ചിടാതെ വീഡിയോയിലോട്ട് പോവാം. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം അധികം വലിച്ചു നിന്നിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോസിലോട്ട് പോവാം. ഈ വീഡിയോ എല്ലാവരും ഒരു ഫണ്ണായിട്ട് എടുക്കുക, അധികം സീരിയസ് ഒന്നും ആവണ്ട. നമ്മളിതൊരു ഫൺ പ്രഡിക്ഷൻ വീഡിയോ ആണ്, അധികം സീരിയസ് ഒന്നുമല്ല, സയൻറ്റിഫിക്കലി പ്രൂവണും അല്ല. സോ നിങ്ങളെല്ലാവരും എന്താ പറയുക, ആദ്യം നമുക്ക് വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ബേബി ബോയ് ആണോ ബേബി ഗേൾ ആണോ എന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാനുള്ള വീഡിയോ ആണ് ഞാൻ. അപ്പോൾ ഈ വീഡിയോയിൽ 15 സിംറ്റംസ് പറയുന്നുണ്ട്. അപ്പോൾ 15 സിംറ്റംസിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ പറയാം. മെജോറിറ്റി, അതായത് ഈ വീഡിയോ ചെയ്യുന്നത് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. 100 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ 80 പേർക്കും കറക്റ്റ് ആയിട്ടുള്ള സിംറ്റംസ് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതാരും സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്താൽ മതി. കാരണം അതായത് എല്ലാം ആക്യുറേറ്റ് അല്ലല്ലോ, നമ്മളിപ്പോൾ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു വരുന്ന സാധാരണ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ 15 സിംറ്റംസിൽ എത്ര സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പറയുന്നത് നമ്മുടെ മോർണിംഗ് സിക്നസ്. എല്ലാവർക്കും അറിയാം, പ്രഗ്നൻസി ടൈമിൽ മോർണിംഗ് സിക്നസ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ മോർണിംഗ് സിക്നസ് ഉണ്ടാവുകയാണെങ്കിൽ, നല്ല രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗേൾ. അല്ല, മോർണിംഗ് സിക്നസ് ഒന്നും വലിയ കാര്യത്തിലില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബോയ്. എനിക്ക് രാവിലെ എനിക്കൊക്കെ നല്ല മടിയായിരുന്നു. രാവിലെ എന്ത് കാര്യം ചെയ്യും, രാത്രി ഞാൻ നല്ല ആക്റ്റീവായിരുന്നു, രാവിലെ ഞാൻ നല്ല ഡള്ളായിരുന്നു. മോർണിംഗ് സിക്നസ് നല്ല രീതിയിലുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗേൾ. മോർണിംഗ് സിക്നസ് ഒന്നും ഇല്ലാന്നെങ്കിൽ ഇറ്റ്സ് എ ബോയ്. സെക്കൻഡ് സിംറ്റംസ് വന്നിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ വെച്ചിട്ട് ചെയ്യേണ്ട ബേക്കിംഗ് സോഡ വെച്ച് ചെയ്യേണ്ടതാണ്. ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക, നമ്മുടെ യൂറിനയിലോട്ട് ഡ്രോപ്പ് ചെയ്യുക. അത് പതിഞ്ഞ് പൊങ്ങുകയാണെങ്കിൽ ഇറ്റ്സ് എ ബോയ്, പതിഞ്ഞ് പൊങ്ങിയിട്ടൊന്നില്ലെങ്കിൽ ഇറ്റ്സ് എ ഗേൾ. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ഒരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഗേൾ ബേബി തന്നെയായിരുന്നു, റിയാക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ യൂറിനിലുള്ള pHൻ്റെ വാല്യൂ അനുസരിച്ചാണ് ഇത് ചേഞ്ച് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് പറ നിങ്ങൾക്ക് എന്താണ് ഉണ്ടായത്. പ്രഗ്നൻ്റ് ആയുള്ളവരാണ് ചെയ്യേണ്ടത്, അല്ലാത്തവർ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് പറയാം. നമ്മുടെ അടുത്ത സിംറ്റം അതാണ്. പിന്നെ അടുത്ത സിംറ്റം വന്നിട്ട് നമ്മുടെ ബെല്ലി ഹൈ ക്യാരിയും ഉണ്ട്, ലോ ക്യാരിയും ഉണ്ട്. ലോ ക്യാരിങ് ആണെങ്കിൽ ഇറ്റ്സ് എ ബോയ്, ഹൈ ക്യാരിങ് ആണെങ്കിൽ ഇറ്റ്സ് എ ഗേൾ. ഞാൻ അവിടെ ഇമേജ് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ ബെല്ലി ഹൈ ക്യാരിങ് ആയിരുന്നു, എനിക്ക് ഗേൾ ബേബി ആയിരുന്നു. ലോ ക്യാരിങ് ആയുള്ളവർക്ക് ബോയ് ബേബി. അടുത്ത നമ്മുടെ ജെൻഡർ പ്രഡിക്ഷൻ വന്നിട്ട് ചൈനീസ് കാലണ്ടറാണ്. നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും ചൈനീസ് കാലണ്ടർ. ഏജും കൺസീവായ മന്തൊക്കെ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചൈനീസ് കാലണ്ടർ. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഗേൾ ബേബി ആയിരുന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം ചൈനീസ് കാലണ്ടർ വെച്ച് നോക്കി പറയുമ്പോൾ ചിലരൊന്നും വിശ്വസിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഗേൾ ബേബി തന്നെയാണ് കിട്ടിയത്. ഇപ്പോൾ ജനിച്ച ഉണ്ണി ഉണ്ടായപ്പോൾ അത് ഗേൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റായി. ഇതാണ് ഗൈസ് ചൈനീസ് കാലണ്ടർ. അതിൽ ഏജിൻ്റെ കോളത്തിൽ എനിക്ക് 22 ഏജാണ്. ഞാൻ ജാനുവരി മന്തിലാണ് കൺസീവ് ആയത്. അപ്പോൾ 22ൻ്റെയും ജാനുവരി 1 നേരെ കിടക്കുന്നത് ഗേൾ. അപ്പോൾ സോ ഗേൾ ബേബിയാണ്. ഇനി എക്സാമ്പിൾ ഞാൻ 24th വയസ്സിലാണ് പ്രഗ്നൻ്റ് ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏപ്രിൽ മാസമാണ് ഞാൻ കൺസീവ് ആവുന്നുണ്ടെങ്കിൽ 24th വയസ്സിന് നേരെയും ഏപ്രിൽ മാസത്തിന് നേരെയും നോക്കുമ്പോൾ ഇറ്റ്സ് എ ബോയ്. ഏപ്രിൽ 4ആണ്, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 4. അപ്പോൾ സോ 24ഉം 4ൻ്റെയും നേരെ കാണുന്നത് ബോയ്. അപ്പോൾ സോ ഇറ്റ്സ് എ ബേബി ബോയ്. അടുത്തതാണ് ഒരു സൂത്രപ്പണി, നമ്മുടെ ഹാർട്ട് ബീറ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ ബേബി ഹാർട്ട് ബീറ്റ് 140ക്ക് എബവ് ആണെങ്കിൽ ഇറ്റ്സ് എ ഗേൾ, 140ക്ക് ബിലോ ആണെങ്കിൽ ഇറ്റ്സ് എ ബോയ്. എൻ്റെ ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് 154, 160 ഈ റേഞ്ചിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. എല്ലാ സ്കാനിങ്ങിലും പോകുമ്പോഴും ഇതിൻ്റെ ഉള്ളിലായിരുന്നു. അത് എബവ് 140 ആണല്ലോ, അപ്പോൾ ഇറ്റ്സ് എ ഗേൾ ആയിരുന്നു. 140ക്ക് താഴെയാണെങ്കിൽ ഇറ്റ്സ് എ ബോയ്. പിന്നെ അടുത്തത് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ പാർട്ട്ണർ വെയിറ്റ് ഗെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മുടെ പാർട്ട്ണർ വെയിറ്റ് കൂടി വരികയാണെങ്കിൽ ഇറ്റ്സ് എ ബോയ്. അല്ല, നമ്മുടെ പാർട്ട്ണറിന് വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് എ ഗേൾ. അതുപോലെ അടുത്ത സിംറ്റമാണ്, നമുക്ക് കഴിക്കാനായിട്ട് പുളിയുള്ളതും എരിവുള്ളതായിട്ടുള്ള ഫുഡാണ് നമുക്ക് കഴിക്കുമ്പോൾ കൂടുതൽ ക്രേവിങ്സ് വരുന്നതെങ്കിൽ ഇറ്റ്സ് എ ബോയ്. അല്ല, നമുക്ക് മധുരത്തിനോട് അതാണ് താല്പര്യം എന്നെങ്കിൽ ഇറ്റ്സ് എ ഗേൾ. എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ സ്റ്റാർട്ടിങ്ങിൽ എരിവും പുളിയുള്ളതായിരുന്നു ഇഷ്ടം. പക്ഷേ ഒരു 5th മന്ത് ആയപ്പോൾ തൊട്ടിട്ട് എനിക്ക് കേക്ക്സിനോട് ഭയങ്കര ക്രേവിങ്സ് ആയി, മധുരമുള്ള കേക്കുകൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗേൾ തന്നെയായിരുന്നു. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഇതായിരുന്നു. അടുത്ത ക്രേവിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റ് ക്രേവിങ്സ്, ഇറച്ചി, ചിക്കനും ബീഫും. അയ്യോ, ബീഫ് സീനാവോ പറഞ്ഞാൽ സാറില്ല.
നമ്മുടെ ഇറച്ചികൾ അതാകുമ്പോൾ കുഴപ്പമില്ല. ഇറച്ചികളോട് എനിക്ക് ക്രേവിങ്സ് കുറവായിരുന്നു പറഞ്ഞാൽ ഇല്ല, എനിക്ക് കഴിക്കാനേ തോന്നിയിട്ടില്ല ഇറച്ചികളൊന്നും. പക്ഷേ എനിക്ക് ഫ്രൂട്ട്സിനോട് ക്രേവിങ്സ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇറച്ചി കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്, നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബോയ് ആണ്. ഇറച്ചിയൊന്നും കഴിക്കണില്ലെങ്കിൽ ഗേളാണ്. അതേപോലെ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗേൾ. അല്ല, ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് എ ബോയ്. അടുത്തത് ഒരു കാൽക്കുലേഷനാണ്. നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്ന, അതായത് കൺസീവ് ആവുന്ന വർഷം എത്ര വയസ്സുണ്ടായിരുന്നു നിങ്ങൾക്ക്, അതേപോലെ നിങ്ങൾ കൺസീവ് ആയ മാസം ഏത് മാസമാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ 22 വയസ്സുള്ളപ്പോഴാണ് കൺസീവ് ആയത്. പ്ലസ് ഞാൻ ഏത് മാസമാണോ കൺസീവ് ആയത്, ഞാൻ ജാനുവരിയിലാണ് കൺസീവ് ആയത്. അപ്പോൾ 22 + 1 23. അപ്പോൾ നമുക്ക് ഓടി നമ്പറാണ് കിട്ടിയത്. ഓടി നമ്പർ കിട്ടിയ ഗേളും ഈവൺ നമ്പറാണ് കിട്ടിയതെന്ന് വെച്ചാൽ ബോയും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഞാൻ 22 വയസ്സിൽ പ്രഗ്നൻ്റ് ആയി. പക്ഷെ ഞാൻ ഫെബ്രുവരി മാസത്തിലാണ് പ്രഗ്നൻ്റ് ആയെങ്കിൽ 2ാം മാസമാണത്. അപ്പോൾ 22 + 2 24 ഇറ്റ്സ് ആൻ ഈവൺ നമ്പർ. അപ്പോൾ അതുകൊണ്ട് അത് ബോയോ. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഓടായിരുന്നു, എനിക്ക് ഗേളായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. പിന്നെ നമ്മുടെ സ്ലീപ്പിംഗ് പൊസിഷൻ, നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബേബി ബോയ്. റൈറ്റ് സൈഡാണ് കീപ്പ് ചെയ്തിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബേബി ഗേൾ. അപ്പോൾ നമ്മൾ കുറേ നേരം നമ്മൾ ഒരു സൈഡിൽ കിടക്കുമ്പോൾ നമുക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും, കിടക്കാനായിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ലെഫ്റ്റ് കിടക്കും, കുറച്ച് നേരം റൈറ്റ് കിടക്കും, അങ്ങനെ മാറി മാറി നമ്മൾ കിടക്കും. പക്ഷേ മെജോറിറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ഏത് സ്ലീപ്പിംഗ് പൊസിഷനിലാണെന്ന് നോക്കുക. എനിക്കത് റൈറ്റ് ആയിരുന്നു, അപ്പോൾ എനിക്ക് ഗേൾ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങാൻ കിടക്കുക ലെഫ്റ്റിലും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ റൈറ്റിലോട്ട് കിടന്ന് കംഫർട്ടായിട്ട് കിടന്ന് ഉറങ്ങും. അടുത്ത സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ഹെയർ ഗ്രോത്ത്. നമ്മുടെ ബേബി ബോയ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ മുടിയുണ്ടോ അവിടെയൊക്കെ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. നമുക്ക് ബേബികളാണെങ്കിൽ സാധാരണ പോലെ ഗ്രോത്ത് ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഞാൻ 5ാം മാസത്തിൽ കാലുമ്മ വാക്സ് ചെയ്തിട്ട് എൻ്റെ അറിവിച്ചാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ആ ഹെയർ ഗ്രോത്തായി വന്നത്. അതുവരെ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല കാലുമ്മ. അപ്പോൾ ബോയ് ആണെങ്കിൽ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിലുണ്ടാവും, ഗേൾസ് ആണെങ്കിൽ ഹെയർ ഗ്രോത്ത് കുറവായിരിക്കും. അതേപോലെ ബോയ്സ് ആണെങ്കിൽ നെയിൽസ്, നമ്മുടെ നഖങ്ങളൊക്കെ നല്ല രീതിയിൽ വളരും, മുടിയും നല്ല രീതിയിൽ വളരും. ബേബി ബോയ് ആണെങ്കിൽ. ഗേൾ ആണെങ്കിൽ നോർമലി എങ്ങനെയാണോ അതുപോലെ തന്നെ പോകും. പിന്നെ അടുത്ത ഒരു കാര്യമാണ്, നമ്മുടെ വെഡ്ഡിങ് റിങ് ഇല്ലേ, ആ വെഡ്ഡിങ് റിങ് ഒരു നൂലിലിട്ടിട്ട് ഇങ്ങനെ പിടിക്കുക, അങ്ങനെ നമ്മുടെ വയറിൻ്റെ മുകളിൽ പിടിക്കുക. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ നീളലിലാണ് ഈ വെഡ്ഡിങ് റിങ് ഇങ്ങനെ ആടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബോയ്. അല്ല, ഇങ്ങനെ പിടിക്കുമ്പോൾ ആ വെഡ്ഡിങ് റിങ് ആ നൂലിൽ കിടന്നിട്ട് റൗണ്ട് ഷേപ്പിലാണ് ആടുന്നതെങ്കിൽ ഇറ്റ്സ് എ ഗേൾ. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതൊക്കെ ഉടായ്പായിരിക്കൊന്നുമില്ലാന്ന്. പക്ഷേ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെഡ്ഡിങ് റിങ് ബേബി പ്രഡിക്ഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇമേജസൊക്കെ കാണാം. ഇംഗ്ലീഷുകാർ കുറേ വീഡിയോസ് ഇടുന്നതും കാണാം. നിങ്ങളപ്പോൾ ഉടായ്പാന്ന് വിചാരിക്കേണ്ട, ആ സംഭവം ഉള്ളതാണ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ +2 കാലഘട്ടം അന്ന് ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാനിത് ചെയ്തിട്ടുമുണ്ട്. അന്ന് ഞാൻ വയറുമല്ല ചെയ്തത്, കൈമയാണ് ചെയ്തത്. കാരണം നമുക്ക് ഉണ്ണിയില്ലല്ലോ. കൈമ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് കറക്റ്റാണ്. ഇറ്റ്സ് എ ഗേളാണ് കിട്ടിയത്. എനിക്ക് റൗണ്ടിലാണ് പോയത്. 2ാമത് ചെയ്തപ്പോൾ നീളത്തിലാണ് പോയത്. അപ്പോൾ 2ാമത്തെ കുട്ടി ബോയ്. അന്ന് ഓരോ മണ്ടൻ ചിന്ത ഇതിൽ ചെയ്തതാണ്. പിന്നെ ചെയ്തപ്പോൾ അത് നിന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു 2 കുട്ടികളുള്ളൂ, 3ാമത്തെ കുട്ടി ഇല്ലയെന്ന്. അപ്പോൾ നിങ്ങളാരും സീരിയസ് ആയിട്ട് എടുക്കരുത്, ഇത് ജസ്റ്റ് ഫണ്ണാണ്. അപ്പോൾ നിങ്ങൾ ആ മൈൻഡിൽ എടുത്താൽ മതി. പിന്നെ അടുത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂഡ് സ്വിങ്സ്. ഗേൾസിനാണെങ്കിൽ നല്ല രീതിയിൽ മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും. ബേബി ആണെങ്കിൽ അത്ര അധികം മൂഡ് സ്വിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ വെറുതെ ഇരുന്ന് ചിരിക്കും, വെറുതെ ഇരുന്ന് കരയും. ഓരോ മൂവീസൊക്കെ കാണുമ്പോൾ അതിൽ ക്യാരക്ടേഴ്സ് കരയുമ്പോൾ ഞാനും ഇവിടെ ഇരുന്ന് കരയും. എന്തെങ്കിലും ഒരു കോമഡി കേട്ടിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കോമഡി ഒന്നുമല്ല, വീട്ടിലെല്ലാവരും ചിരിക്കുന്നില്ല, ഞാൻ മാത്രം ഇരുന്ന് പൊട്ടി ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മൂഡ് സ്വിങ്സ് നല്ല രീതിയിലുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 15 സിംറ്റംസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എത്ര എണ്ണം ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ജെൻഡർ പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ അവർക്ക് ഈസി ആണല്ലോ. ഈ സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കി നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ല, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യുക, നിങ്ങളുടെ കറക്റ്റ് ആണോ. അപ്പോൾ അത് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അല്ല, ഇനി ഓൾറെഡി പ്രഗ്നൻസി പ്ലാൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.